In a club, 60 men play cricket, 30 play tennis, and 15 play both cricket and tennis. How many play at least one of these two games? അതായത് ഒരു ക്ലബിൽ 60 ആളുകൾ ക്രിക്കറ്റ് കളിക്കും, 30 ആളുകൾ ടെന്നീസ് കളിക്കും, 15 ആളുകൾ ഈ രണ്ട് കളിയും ക്രിക്കറ്റും ടെന്നീസും കളിക്കുന്നവരായിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഇക്കൂട്ടത്തിലെ ഒരു ഗെയിമെങ്കിലും കളിക്കുന്ന എത്ര ആളുകളുണ്ട് എന്നാണ് ചോദ്യം. അപ്പോൾ ഇത് സെറ്റ് തിയറി ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു ചോദ്യമാണ്. നമുക്ക് ഇതിലെ ക്രിക്കറ്റ് കളിക്കുന്ന ആളുകളുടെ സെറ്റിനെ എ എന്നെടുക്കാം. അപ്പോൾ ക്രിക്കറ്റ് കളിക്കുന്ന ആളുകളുടെ സെറ്റ് നമുക്ക് എ കൊണ്ട് ഡിനോട്ട് ചെയ്യാം. അതുപോലെ ടെന്നീസ് കളിക്കുന്ന ആളുകളുടെ സെറ്റിനെ നമുക്ക് ബി എന്നും വിളിക്കാം. അപ്പോൾ ക്രിക്കറ്റ് കളിക്കുന്ന 60 ആളുകളാണുള്ളത്. അതുകൊണ്ട് എ എന്ന സെറ്റിലെ അംഗങ്ങളുടെ എണ്ണം 60 അതായത് എൻ ഓഫ് എ, നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ ഈക്വൽ ടു 60. അതുപോലെ ടെന്നീസ് കളിക്കുന്ന ആളുകൾ 30 പേരാണ്. അതുകൊണ്ട് എൻ ഓഫ് ബി ഈക്വൽ ടു 30 ഇനി ഈ രണ്ട് കളികളും കളിക്കുന്ന 15 ആളുകളുണ്ട്. അതായത് അവർ ക്രിക്കറ്റും കളിക്കും ടെന്നീസും കളിക്കും. അതായത് അവർ എയിലുമുണ്ട് ബിയിലുമുണ്ട്. അതുകൊണ്ട് എ ഇൻ്റർസെക്ഷൻ ബിയിലുണ്ട്. അതായത് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ് 15. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിൽ ഒരു കളിയെങ്കിലും കളിക്കുന്ന ആളുകളുടെ എണ്ണമാണ്. അതായത് എൻ ഓഫ് എ യൂണിയൻ ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എൻ ഓഫ് എ യൂണിയൻ ബി. ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. എൻ ഓഫ് എ യൂണിയൻ ബി സമം എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഓർക്കുക, എൻ ഓഫ് എ യൂണിയൻ ബി സമം എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഇവിടെ റൈറ്റ് സൈഡിലെ 3 വാല്യൂസ് നമുക്കുണ്ട്. എൻ ഓഫ് എ 60 പ്ലസ് എൻ ഓഫ് ബി 30 മൈനസ് എൻ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി 15. 60 30 കൂടെ കൂട്ടുമ്പോൾ 90. 90ൽ നിന്ന് 15 കുറച്ചാൽ 75. അതായത് എ യൂണിയൻ ബിയിലെ മെമ്പേഴ്സിൻ്റെ എണ്ണം 75. അതായത് ഇതിൽ ഒരു കളിയെങ്കിലും കളിക്കുന്നവരുടെ, ഒരു ഗെയിമെങ്കിലും കളിക്കുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് 75. ശരി ഉത്തരം ഓപ്ഷൻ ഡി. ഇഫ് എ ഈക്വൽ ടു സെറ്റ് എക്സ് വൈ സെറ്റ് ആൻഡ് ബി ഈക്വൽ ടു സെറ്റ് 1 2, then the number of relations from A to B is dash. ഇവിടെ എ എന്ന സെറ്റ് നൽകിയിട്ടുണ്ട്. 3 എലമെൻറ്റ്സ് ആണുള്ളത്, എക്സ് വൈ സെറ്റ്. ബി എന്ന സെറ്റിൽ 2 എലമെൻറ്റ്സ് 1ഉം 2ഉം. അങ്ങനെയെങ്കിൽ എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷനുകളുടെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷനുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ നമുക്കൊരു സൂത്രവാക്യമുണ്ട്. അത് നമുക്ക് ഇങ്ങനെ എഴുതാം: നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ to B equal to 2 raised to n of a into n of B. n of a എന്ന് പറയുന്നത് എയിലെ എലമെൻസിൻ്റെ എണ്ണവും n of B ബിയിലെ എലമെൻസിൻ്റെ എണ്ണവുമാണ്. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷനുകളുടെ എണ്ണം കാണാൻ 2 raised to n of a into n of B കണ്ടാൽ മതി. നോക്കുക, ഇവിടെ എയിൽ 3 എലമെൻറ്റ്സ് ആണുള്ളത്. അതുകൊണ്ട് n of a എന്ന് പറയുന്നത് 3. അതുപോലെ ബിയിൽ 2 എലമെൻറ്റ്സ് ആണുള്ളത്. അതുകൊണ്ട് എൻ ഓഫ് ബി 2. അപ്പോൾ ഈ വാല്യൂസ് ഇവിടെ കൊടുക്കുമ്പോൾ 2 raised to 3 ഗുണം 2 എന്ന് വരും. അല്ലെങ്കിൽ 2 raised to 6. 2 raised to 6 എന്ന് പറഞ്ഞാൽ 2 6 തവണ ആവർത്തിച്ച് ഗുണിക്കുന്നതാണ്. ഇതാണ്. അപ്പോൾ 8 ഗുണം 8 എന്ന് വരും. 2 ഗുണം 2 ഗുണം 2 8 ആണെന്ന് ഓർക്കുക. 8 ഗുണം 8 64 വരും. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്കുള്ള റിലേഷനുകളുടെ എണ്ണം 64. ശരി ഉത്തരം ഓപ്ഷൻ എ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫംഗ്ഷൻ ഡിസ്ക്രൈബ് ആൻ ഓൺ ടു ഫംഗ്ഷൻ? അപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഓൺ ടു ഫംഗ്ഷൻ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഓരോ ഓപ്ഷൻസായി പരിശോധിക്കാം. ആദ്യത്തെ ഓപ്ഷൻ നോക്കുക. ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 and f from A to A is defined by set ordered pairs 1 3 2 5 3 5 4 2
5 3. നോക്കുക, എ എന്ന സെറ്റ് 1 മുതൽ 5 വരെയുള്ള നമ്പേഴ്സാണ്. എഫ് എന്ന ഫംഗ്ഷൻ എയിൽ നിന്ന് എയിലേക്ക് തന്നെയുള്ളൊരു ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ഓർഡേഡ് പെയർസ് ആയിട്ട് നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ ഓർഡേഡ് പെയർസ് ഒന്ന് ശ്രദ്ധിക്കുക. 1 3, അതായത് 1ൻ്റെ ഇമേജ് ആണ് 3. 2 5ൻ്റെ മീനിങ് 2ൻ്റെ ഇമേജ് 5 ആണ്. ഇവിടെ 3യുടെ ഇമേജ് 5 ആണ്. 4ൻ്റെ ഇമേജ് 2 ആണ്. 5ൻ്റെ ഇമേജ് 3 ആണ്. ഈ ഫംഗ്ഷൻ ഓൺ ടു ആകണമെങ്കിൽ ഇമേജുകൾ ആയിട്ട് എയിലെ എല്ലാ എലമെൻസും വരണം. ഫംഗ്ഷൻ ഓൺ ടു ആകണമെങ്കിൽ ഇമേജ് ആയിട്ട് എയിലെ എല്ലാ എലമെൻസും വരണം. നോക്കുക, ഇവിടെ ഇമേജ് ആയിട്ട് വന്നിരിക്കുന്ന 3 നമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. 3 5 2. ഇവിടെ 5ഉം ഇവിടെ 3യുമാണ്. അതായത് 3 5 2 ഈ 3 നമ്പേഴ്സേ ഇമേജ് ആയിട്ട് വരുന്നുള്ളൂ. 1ഉം 2ഉം ഒന്നും ഇമേജ് ആയിട്ട് വരുന്നില്ല. അതുകൊണ്ട് ഇത് ഓൺ ടു ഫംഗ്ഷൻ അല്ല. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുക. ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് -1 1 ആൻഡ് എഫ് ഫ്രം എ ടു എ ഈസ് ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. അപ്പോൾ ഇവിടെ നമുക്ക് ഇമേജുകൾ എഴുതി പരിശോധിക്കണം. നോക്കുക, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എഫ് ഓഫ് -1 എത്രയെന്ന് കണ്ടുപിടിക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആയതുകൊണ്ട് എഫ് ഓഫ് -1 എന്ന് പറയുന്നത് -1ൻ്റെ സ്ക്വയർ ആണ്, അതായത് 1 ആണ്. അപ്പോൾ -1ൻ്റെ ഇമേജ് 1 കിട്ടി. ഇനി നമുക്ക് 1ൻ്റെ ഇമേജ് എത്രയെന്ന് നോക്കാം. ഈ 1ൻ്റെ ഇമേജ് എഫ് ഓഫ് 1 ഈക്വൽ ടു 1 സ്ക്വയർ ഈക്വൽ ടു 1 തന്നെ. 1ൻ്റെ സ്ക്വയർ 1 തന്നെയാണ്. അപ്പോൾ 1ൻ്റെ ഇമേജും 1 തന്നെ. അപ്പോൾ -1 ഇമേജ് ആയിട്ട് വരുന്നേ ഇല്ലല്ലോ. അതുകൊണ്ട് ഇതും ഓൺ ടു ഫംഗ്ഷൻ അല്ല. ഇനി അടുത്തത് നോക്കുക. ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് -1 1 ആൻഡ് ജി ഫ്രം എ ടു എ ഈസ് ഗിവൺ ബൈ ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ്. ഇവിടെയും നമുക്ക് ഇമേജ് കണ്ടുപിടിക്കണം. നമുക്ക് -1ൻ്റെ ഇമേജ് ആദ്യം കാണാം. അതിനായിട്ട് ജി ഓഫ് -1 കാണുക. നോക്കുക, ജി ഓഫ് എക്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എക്സ് ക്യൂബ് എന്നാണ്. അപ്പോൾ ജി ഓഫ് -1 കാണാനായിട്ട് -1ൻ്റെ ക്യൂബ് കാണുക. -1 3 തവണ ആവർത്തിച്ച് ഗുണിക്കുന്നതാണ് -1ൻ്റെ ക്യൂബ് എന്ന് ഓർക്കുക. അതായത് -1 തന്നെയാണ്. അപ്പോൾ -1ൻ്റെ ഇമേജ് -1 തന്നെ. ഇനി നമുക്ക് 1ൻ്റെ ഇമേജ് കാണണം. ജി ഓഫ് 1 സമം 1ൻ്റെ ക്യൂബ്. 1ൻ്റെ ക്യൂബ് 1 തന്നെ. അപ്പോൾ ഇവിടെ 1ൻ്റെ ഇമേജ് 1 തന്നെയാണ് കിട്ടിയത്. നേരത്തെ നമുക്ക് -1ൻ്റെ ഇമേജ് -1 കിട്ടി. അപ്പോൾ എയിലെ 2 എലമെൻസും -1ഉം 1ഉം ഇമേജുകളായിട്ട് വരുന്നുണ്ട്. അഥവാ എയിലെ എല്ലാ എലമെൻസും ഇമേജുകളായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഒരു ഓൺ ടു ഫംഗ്ഷൻ ആണ്. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ സി. ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് -1 1 ആൻഡ് ജി ഫ്രം എ ടു എ ഈസ് ഗിവൺ ബൈ ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ്. ശരി ഉത്തരമായത് ഓപ്ഷൻ സി ആണ്. ഹൗ മെനി ടേംസ് ഓഫ് ദി അരിത്മെറ്റിക് പ്രോഗ്രഷൻ 1 4 7 etc. are needed to give the sum 715. അപ്പോൾ നമുക്കിവിടെ ഒരു അരിത്മെറ്റിക് പ്രോഗ്രഷൻ എ പി നൽകിയിട്ടുണ്ട്. 1 4 7 etc. ഇതിലെ എത്ര പദങ്ങളുടെ തുകയായി 715 കിട്ടും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ പ്രോഗ്രഷനിലെ എത്ര പദങ്ങളുടെ തുകയാണ് 715, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എ പിയുടെ തുക കാണാനുള്ള ഇക്വേഷൻ എഴുതണം. എസ് എൻ സമം n/2 ഇൻറ്റു ആദ്യ പദത്തെ നമുക്ക് എഫ് കൊണ്ട് സൂചിപ്പിക്കാം. അപ്പോൾ 2f പ്ലസ് n-1 ഇൻറ്റു ഡി ആണ്. n/2 ഇൻറ്റു 2f പ്ലസ് n-1 ഇൻറ്റു ഡി. ഡി ഇതിലെ കോമൺ ഡിഫറൻസും. അപ്പോൾ ഇതിലെ ആദ്യ പദം എഫ് എന്നുള്ളത് നമുക്ക് 1 എന്ന് എടുക്കാം. എഫ് 1 ആണ്. ഇനി പൊതുവ്യത്യാസമോ കോമൺ ഡിഫറൻസ് 1നോട് 3 കൂട്ടിയാൽ 4 കിട്ടും. 4നോട് 3 കൂട്ടിയാൽ 7. അപ്പോൾ കോമൺ ഡിഫറൻസ് ഡി എന്ന് പറയുന്നത് 3 ആണ്. ഈ വാല്യൂസ് നമുക്കിവിടെ കൊടുക്കാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് n ആണ് എന്നുള്ളത് ഓർക്കുക. ദെൻ നമുക്ക് സമ്മ്, ഇവിടെ സമ്മ് 715 കിട്ടേണ്ടത്. അപ്പോൾ സമ്മിൻ്റെ സ്ഥാനത്ത് 715 കൊടുക്കണം. നമുക്കിതൊന്ന് തിരിച്ചെഴുതാം. അപ്പോൾ n/2 ഇൻറ്റു 2f, അതായത് 2 ഇൻറ്റു 1 പ്ലസ് n-1 ഇൻറ്റു ഡിയുടെ സ്ഥാനത്ത് നമ്മൾ 3 കൊടുക്കുന്നു, സമം 715 എന്നെടുക്കുന്നു.
നമുക്ക് ആദ്യം ഈ 2 കൊണ്ട് 715 ഗുണിക്കാം. 2 ഇവിടെ ഛേദത്തിൽ വരും. ആ 2നെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോയാൽ ആ ഛേദം അങ്ങ് ഒഴിവായി കിട്ടും. അപ്പോൾ n ഇൻറ്റു 2 ഇൻറ്റു 1 2 ആണ്. 2 പ്ലസ് 3 കൊണ്ട് n-1നെ ഗുണിക്കുന്നു. 3n മൈനസ് 3 ഇൻറ്റു 1 3 സമം 2 കൊണ്ട് ഇങ്ങോട്ട് ഗുണിക്കുന്നു. അപ്പോൾ 715ൻ്റെ ഇരട്ടി 1430 വരും. അല്ലെങ്കിൽ n ഇൻറ്റു 3n നോക്കുക, 2 ഉണ്ട് മൈനസ് 3 ഉണ്ട്, -1 എന്ന് വരും. n ഇൻറ്റു 3n മൈനസ് 1 സമം 1430 എന്ന് കിട്ടും. n കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ദാറ്റ് ഈസ് 3n സ്ക്വയർ മൈനസ് n ഈക്വൽ ടു 1430 എന്ന് കിട്ടും. ഇനി നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ഫോർമുല x ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് √b സ്ക്വയർ മൈനസ് 4ac/2a ഇതുപയോഗിച്ച് വേണമെങ്കിൽ സോൾവ് ചെയ്യാം. പക്ഷേ അതിലും എളുപ്പം നമുക്ക് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസ് അത് എന്നിന് പകരമായിട്ട് ഈ ഓപ്ഷൻസിലെ വാല്യൂസ് ഇട്ട് കൊടുത്ത് ചെക്ക് ചെയ്യുന്നതായിരിക്കും. ഉദാഹരണമായിട്ട് ഫസ്റ്റ് ഓപ്ഷൻ നോക്കുക, 22 എന്നാണ്. അപ്പോൾ എന്നിന് 22 കൊടുത്ത് നമുക്കൊന്ന് നോക്കാം. n 22 എന്നാണെങ്കിൽ n സ്ക്വയർ എത്ര വരും? 22ൻ്റെ സ്ക്വയർ 484 ആണ്. അപ്പോൾ 3n സ്ക്വയറോ? 3n സ്ക്വയർ എന്ന് പറയുന്നത് 484നെ 3 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എത്ര വരും? 3 4 12 1452 കിട്ടും. 1452. അപ്പോൾ 3n സ്ക്വയർ മൈനസ് n എന്നാണ് പറയുന്നത്. അപ്പോൾ 1452 നിന്ന് 22 നമുക്ക് കുറച്ച് നോക്കിയാൽ മതി. 3n സ്ക്വയർ മൈനസ് n എന്നുള്ളത് എത്ര വരും? 1452 നിന്ന് 22 കുറയ്ക്കുക. അപ്പോൾ 1430 എന്ന് തന്നെ കിട്ടും. അപ്പോൾ എന്നിന് 22 കൊടുത്താൽ 3n സ്ക്വയർ മൈനസ് n 1430 ആവും. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 22 ആണ്. ശരി ഉത്തരം ഓപ്ഷൻ എ. ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ള ഫോർമുല ഉപയോഗിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ സമയമെടുക്കും. വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് 2 sin സ്ക്വയർ 30 മൈനസ് 3 cos സ്ക്വയർ 45 പ്ലസ് cos സ്ക്വയർ 60? നമുക്കിവിടെ 2 sin സ്ക്വയർ 30 മൈനസ് 3 cos സ്ക്വയർ 45 പ്ലസ് cos സ്ക്വയർ 60യുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഓർക്കുക, സൈൻ സ്ക്വയർ 30 എന്ന് പറഞ്ഞാൽ സൈൻ 30യുടെ സ്ക്വയറാണ്. അതുപോലെ cos സ്ക്വയർ 45 എന്ന് പറഞ്ഞാൽ cos 45ൻ്റെ സ്ക്വയർ, ഇവിടെ cos 60യുടെ സ്ക്വയർ. അപ്പോൾ നമുക്ക് സൈൻ 30യുടെ വാല്യൂ നമുക്കറിയാം. സൈൻ 30യുടെ വാല്യൂ 1/2 ആണ്. അതുപോലെ cos 45ൻ്റെ വാല്യൂ 1/√2 ആണ്. ദെൻ cos 60യും 1/2 ആണ്. അപ്പോൾ ഈ വാല്യൂസ് ഇവിടെ കൊടുക്കാം. അപ്പോൾ ഇതങ്ങനെ ആവും 2 ഇൻറ്റു സൈൻ സ്ക്വയർ 30 ആണ്, അതായത് സൈൻ 30യുടെ സ്ക്വയർ. സൈൻ 30 1/2 ആണ്. അപ്പോൾ 1/2ൻ്റെ സ്ക്വയർ 2 ഇൻറ്റു 1/2ൻ്റെ സ്ക്വയർ മൈനസ് 3 ഇൻറ്റു cos സ്ക്വയർ 45 cos 45ൻ്റെ സ്ക്വയർ. cos 45ൻ്റെ വാല്യൂ നമുക്ക് കൊടുക്കാം 1/√2. അപ്പോൾ 1/√2ൻ്റെ സ്ക്വയർ പ്ലസ് cos സ്ക്വയർ 60, അതായത് cos 60യുടെ സ്ക്വയർ. cos 60 നോക്കുക 1/2 ആണ്. അപ്പോൾ ഇവിടെ 1/2ൻ്റെ സ്ക്വയർ എഴുതുക. നമുക്ക് ദാറ്റ് ഈസ് 2 ഇൻറ്റു നോക്കുക 1/2ൻ്റെ സ്ക്വയർ എഴുതാൻ 1ൻ്റെ സ്ക്വയർ ബൈ 2ൻ്റെ സ്ക്വയർ എഴുതിയാൽ മതി. 1ൻ്റെ സ്ക്വയർ 1 തന്നെ, 2ൻ്റെ സ്ക്വയർ 4 മൈനസ് 3 ഇൻറ്റു ഇവിടെയും 1ൻ്റെ സ്ക്വയർ 1 √2ൻ്റെ സ്ക്വയർ 2 പ്ലസ് ഇവിടെ 1/2ൻ്റെ സ്ക്വയർ 4. ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് 2/4 മൈനസ് 3/2 പ്ലസ് 1/4 എന്നാണ്. നോക്കുക, ഫ്രാക്ഷൻസ് ആണ്, ഡിനോമിനേറ്റർ സെയിം ആക്കണം. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ 2 ആണ്. ഈ 2നെ 2 കൊണ്ട് ഗുണിക്കുകയാണെങ്കിൽ 4 കിട്ടും. ഇവിടെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ ഇത് 2/4 മൈനസ് 3യെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 6 കിട്ടും. 6 ഡിനോമിനേറ്ററിലും 2 കൊണ്ട് ഗുണിക്കുന്നു. 6/4 ആയി പ്ലസ് 1/4. ഇപ്പോൾ കോമൺ ഡിനോമിനേറ്റർ 4 ആയി. ന്യൂമറേറ്റർ എങ്ങനെ എഴുതാം? 2 മൈനസ് 6 പ്ലസ് 1 എന്ന് എഴുതാം. ഓക്കെ, 2 മൈനസ് 6 പ്ലസ് 1. ഇനി 2ൽ നിന്ന് 6 കുറച്ചാൽ 2 മൈനസ് 6 എത്രയാണ്? -4. -4 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 4 എന്ന് വരും. -4 പ്ലസ് 1 -3 -3/4. അപ്പോൾ ഉത്തരം -3/4 ആണ്. ശരി ഉത്തരം ഓപ്ഷൻ ബി. വാട്ട് ഈസ് ദി ഇക്വേഷൻ ഓഫ് ദി എലിപ്സ് ഹൂസ് വെർട്ടിസസ് ആർ അറ്റ് 5 0
-5 0 ആൻഡ് 4c at 4 0 -4 0. ഇവിടെ ഒരു എലിപ്സിൻ്റെ ഇക്വേഷനാണ് കാണുന്നത്. ആ എലിപ്സിൻ്റെ വെർട്ടിസസ് നൽകിയിട്ടുണ്ട് 5 0 -5 0. അതുപോലെ അതിൻ്റെ 4c 4 0 -4 0. അപ്പോൾ നമുക്ക് എലിപ്സിൻ്റെ ഇക്വേഷൻ കാണാനുള്ള മാർഗം നോക്കാം. നോക്കുക, ഇവിടെ വെർട്ടിസസ് നോക്കുക 5 0 -5 0, 4c 4 0 -4 0. എല്ലാ പോയിൻറ്റ്സിൻ്റെയും y കോർഡിനേറ്റ്സ് 0 ആണ്. അതായത് ഈ പോയിൻറ്റ്സ് എല്ലാം എക്സ് ആക്സിലെ പോയിൻറ്റ്സ് ആണ്. അപ്പോൾ 4cയും വെർട്ടിസസും എല്ലാം എക്സ് ആക്സിലെ പോയിൻറ്റ്സ് ആയതുകൊണ്ട് ഇതിൻ്റെ മേജർ ആക്സ് എക്സ് ആക്സ് ആയിട്ടുള്ള ഒരു എലിപ്സ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ x² + a² + y² b² = 1 ആണ്. x² + a² + y² b² = 1. ഇനി നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിച്ചാലേ നമുക്ക് ഇതിൻ്റെ ഇക്വേഷൻ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ എയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ വെർട്ടിസസ് ഉപയോഗിക്കാം. ഒരു എലിപ്സിൻ്റെ വെർട്ടിസസിൻ്റെ കോർഡിനേറ്റ്സ് നമുക്ക് നൽകുന്നത് a0 -a0 ആണ്. a0 -a0. ഇതാണ് നമുക്ക് 5 0 എന്നും -5 0 എന്നും നൽകിയിരിക്കുന്നത്. അപ്പോൾ എയുടെ വാല്യൂ 5 ആണ് എന്നതിൽ നിന്ന് അനുമാനിക്കാം. ഇനി അതുപോലെ ബിയുടെ വാല്യൂ കാണണം. ബിയുടെ വാല്യൂ കാണാനായിട്ട് നമുക്ക് ഡയറക്റ്റ് ബിയുടെ വാല്യൂ ഇതിൽ നിന്ന് എടുക്കാൻ പറ്റില്ല. പക്ഷേ 4c നൽകിയിട്ടുണ്ട്. 4c എന്ന് പറയുന്നത് c0 -c0 ആണ്. എക്സ് ആക്സ് മേജർ ആക്സ് ആയിട്ടുള്ള ഒരു എലിപ്സിൻ്റെ 4c c0 -c0 ആണ്. അപ്പോൾ ഇതാണ് നമുക്ക് 4 0 എന്നും -4 0 എന്നും നൽകിയിരിക്കുന്നത്. അപ്പോൾ സിയുടെ വാല്യൂ 4 എന്ന് കിട്ടും. ഇനി ബിയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ബിയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് ഇക്കാര്യം ഓർക്കുക. ബിയുടെ വാല്യൂ കാണാനായിട്ട് നമുക്ക് ഒരു ബന്ധമുണ്ട് എ ബി സി ഇവ തമ്മിൽ. c² = a² - b² ആണ്. അപ്പോൾ നമുക്ക് ബിയുടെ വാല്യൂ കാണാനായിട്ട് ഇതിൽ നിന്ന് b² = a² - c² എന്ന് കിട്ടും. അപ്പോൾ ഇതുപയോഗിച്ച് നമുക്ക് b² വാല്യൂ കാണാം. a² എത്രയാണ്? a 5 ആണ്. അപ്പോൾ 5² c 4 എന്ന് കിട്ടി. 4² എന്ന് വരും. 5ൻ്റെ സ്ക്വയർ 25, 25 - 16 അതായത് 9 എന്ന് കിട്ടും. അപ്പോൾ ബിയുടെ വാല്യൂ 3. 9ൻ്റെ സ്ക്വയർ റൂട്ട് 3, പോസിറ്റീവ് സ്ക്വയർ റൂട്ട് മാത്രം എടുക്കുക. ഇനി നമുക്ക് b² മതി. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതാം. നോക്കുക, ഈ വാല്യൂസ് x² a²ൻ്റെ സ്ഥാനത്ത് 25 കൊടുക്കണം. a² 25 + y² b²ൻ്റെ സ്ഥാനത്ത് നമുക്ക് 9 = 1 എന്ന് കിട്ടും. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഒന്നും ഇതേ രൂപത്തിലല്ല. അപ്പോൾ നമുക്കിതൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. ഫ്രാക്ഷൻസ് ആഡ് ചെയ്യാനുള്ള രീതിയിൽ ചെയ്താൽ മതി. എന്ത് ചെയ്യണം? ഈ 9 കൊണ്ട് x² ഗുണിക്കുക, 25 കൊണ്ട് y² ഗുണിക്കുക. ഡിനോമിനേറ്ററായിട്ട് 25 × 9 എഴുതുക. അപ്പോൾ 9x² + 25y² / 25 × 9 വരും. അത് 225 = 1 എന്ന് വരും. ഇനി ഈ ഡിനോമിനേറ്ററിലുള്ള 225നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ ആൻസറായി. അതായത് ആൻസർ 9x² + 25y² = 225. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ സി, 9x² + 25y² = 225. Find the equation of the line that has x-intercept -3 and is perpendicular to 3x + 5y = 4. അപ്പോൾ നമുക്കിവിടെ 3x + 5y = 4 എന്ന ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളതും x-intercept -3 ആയിട്ടുള്ളതുമായ ലൈനിൻ്റെ ഇക്വേഷൻ എഴുതണം. അപ്പോൾ നമുക്ക് ആദ്യം ഈ തന്നിരിക്കുന്ന ലൈനിൻ്റെ ഇക്വേഷൻ തൊട്ട് തുടങ്ങാം. നോക്കുക, 3x + 5y = 4 എന്നുള്ള രൂപത്തിലാണ് നൽകിയിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ ലൈനിൻ്റെ ഇക്വേഷൻ്റെ സ്റ്റാൻഡേർഡ് ഫോം ax + by + c = 0 എന്നാണ്. അപ്പോൾ ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ലൈനിൻ്റെ ഇക്വേഷനെ ഈ രൂപത്തിൽ എഴുതാം. ഈ 4നെ ഇടതുവശത്തേക്ക് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ -4 ആവും. അപ്പോൾ ഇത് 3x + 5y - 4 = 0 എന്നാവും സ്റ്റാൻഡേർഡ് ഫോം.
ഇനി എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0 എന്ന രൂപത്തിലുള്ള ഒരു ലൈനിൻ്റെ ഇക്വേഷൻ നൽകുമ്പോൾ അതിൻ്റെ പെർപെൻഡിക്കുലർ ലൈനിൻ്റെ ഇക്വേഷൻ ബി എക്സ് മൈനസ് എ വൈ പ്ലസ് കെ ഈക്വൽ ടു 0 എന്ന രൂപത്തിലായിരിക്കും. ഓർക്കുക, എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0 എന്ന രൂപത്തിലുള്ള ഒരു ലൈനിൻ്റെ പെർപെൻഡിക്കുലർ ലൈനിൻ്റെ ഇക്വേഷൻ ബി എക്സ് മൈനസ് എ വൈ പ്ലസ് കെ ഈക്വൽ ടു 0 എന്ന രൂപത്തിലായിരിക്കും. അപ്പോൾ നോക്കുക, ഇത് തമ്മിൽ ആദ്യത്തെ രണ്ട് ഇക്വേഷൻസ് തമ്മിൽ കമ്പയർ ചെയ്താൽ എയുടെ വാല്യൂ 3 എന്നും ബിയുടെ വാല്യൂ നമുക്ക് 5 എന്നും കിട്ടും. അപ്പോൾ ആ വാല്യൂസ് ഇവിടെ കൊടുക്കുക. അപ്പോൾ ബി എക്സ് എന്നാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ബിയുടെ സ്ഥാനത്ത് 5 കൊടുക്കാം. 5x മൈനസ് എയുടെ സ്ഥാനത്ത് 3 കൊടുക്കുക. 3y പ്ലസ് കെ ഈക്വൽ ടു 0. ഈ രൂപത്തിലായിരിക്കും ലൈനിൻ്റെ നമുക്ക് വേണ്ട ഇക്വേഷൻ. ഇനി നോക്കുക, ഈ രൂപത്തിൽ വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ ഈ തന്നിരിക്കുന്നതിൽ. കെയുടെ വാല്യൂ മാത്രമേ ഇനി കിട്ടാനുള്ളൂ. കെയുടെ വാല്യൂ എന്തോ ആയിക്കോട്ടെ, തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഈ രൂപത്തിൽ വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഏത്? ഓപ്ഷൻ ഡി, 5x മൈനസ് 3y പ്ലസ് 15 ഈക്വൽ ടു 0. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ഡി ആയിരിക്കും. 5x മൈനസ് 3y പ്ലസ് 15 ഈക്വൽ ടു 0 ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ ഉത്തരം തീരുമാനിക്കാം. ഇനി ഇതിൻ്റെ കെയുടെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള മാർഗ്ഗം കൂടെ പറയാം. നോക്കുക, എക്സ് ഇൻ്റർസെപ്റ്റ് -3 ആണെന്ന് നൽകിയിട്ടുണ്ട്. അതായത് ഈ ലൈൻ എക്സ് ആക്സിലെ -3യിൽ കൂടി കടന്നു പോകുന്നുണ്ട്. -3യിൽ കൂടി കടന്നു പോകുന്നു. അല്ലെങ്കിൽ -3 0 എക്സ് ആക്സിലെ പോയിൻ്റ് ആയതുകൊണ്ട് y കോർഡിനേറ്റ് 0 ആയിരിക്കും എന്ന പോയിൻ്റ് ഈ ലൈനിലെ ഒരു പോയിൻ്റാണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ എക്സിന് പകരം -3 എന്നും വൈക്ക് പകരം 0യും ഇട്ട് കൊടുക്കുക. എന്നിട്ട് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കെയുടെ വാല്യൂ കിട്ടും. അതായത് 5 ഇൻറ്റു -3 ഇൻറ്റു വൈയുടെ സ്ഥാനത്ത് 0 കൊടുക്കുക. 3 ഇൻറ്റു 0 പ്ലസ് കെ ഈക്വൽ ടു 0. ഈ ഇക്വേഷനിൽ എക്സിന് പകരം -3യും വൈക്ക് പകരം 0യും കൊടുക്കുന്നു. അപ്പോൾ 5 ഇൻറ്റു -3 -15, ഇത് 0 ആയിപ്പോവും. അപ്പോൾ അത് നോക്കണ്ട, പ്ലസ് കെ ഈക്വൽ ടു 0 എന്ന് കിട്ടും. അതായത് കെ ഈക്വൽ ടു -15 റൈറ്റ് സൈഡിൽ കൊണ്ടുപോകുക. അപ്പോൾ പ്ലസ് 15. അപ്പോൾ കെ ഈക്വൽ ടു 15 എന്ന് കിട്ടും. അതായത് 5x മൈനസ് 3y പ്ലസ് 15 ഈക്വൽ ടു 0 എന്നുള്ളതാണ് നമുക്ക് വേണ്ട ഇക്വേഷൻ. ഇത് തന്നെയാണ് നമ്മൾ നേരത്തെ സെലക്ട് ചെയ്തു. അപ്പോൾ ശരി ഉത്തരം ഓപ്ഷൻ ഡി തന്നെ.